വാഴ 2 ഡയറക്റ്റഡ് ബൈ സവിൻ, റിട്ടൺ ബൈ വിപിൻ ദാസ്. തെരഞ്ഞെടുപ്പ് തിരക്കിലൊക്കെ ആയിരുന്നുകൊണ്ട് ഇല്ലോളം വൈകിട്ടാണ് കണ്ടത്. പക്ഷേ വൈകിയത് നഷ്ടമായി. നേരത്തെ കാണേണ്ട സിനിമയായിരുന്നു. വണ്ടർഫുൾ മൂവി, മസ്റ്റ് വാച്ച് മൂവി. ഇതിനകത്ത് ഈ +1 +2 ആ ഒരു പരിസരത്ത് ആ ഒരു ഏജ് ലിമിറ്റിൽപ്പെട്ട പിള്ളേരുടെ കഥയാണ് പറയുന്നതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആ ആളുകൾക്ക് മാത്രം കണക്റ്റാവുന്ന സിനിമയല്ല അത്. അവരുടെ പാരൻസിൻ്റെ ജനറേഷന് കണക്റ്റാവും, അവരുടെ ടീച്ചേഴ്സിൻ്റെ ജനറേഷന് കണക്റ്റാവും, അവരുടെ എൽഡർ ബ്രദേഴ്സിൻ്റെ ജനറേഷന് കണക്റ്റാവും. അങ്ങനെയുള്ളൊരു സിനിമയാണിത്. ഇത് വാഴ 1-നേക്കാൾ ഒരുപടി മേലെ കയറി നിൽക്കുന്നൊരു സിനിമയാണ്. ഇതിനകത്ത് സ്വാഭാവികമായിട്ടും തമാശകളും കാര്യങ്ങളുമായിട്ടാണ് ഇത് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇതിനകത്ത് ഭയങ്കര ഡീപ്പായിട്ടുള്ള ഇമോഷണലായിട്ടൊരു കണക്റ്റ് ഉണ്ട് ഇതിനകത്ത്. പിള്ളേരും പാരൻസും തമ്മിലുള്ളൊരു ഇമോഷണൽ കണക്റ്റ്, അതുപോലെ ടീച്ചേഴ്സുമായിട്ടുള്ള റിലേഷൻ്റെ ഒരു വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ആംഗിള്, അതുപോലെ തന്നെ ബ്രദേഴ്സിൻ്റെ സിബ്ലിങ്സിൻ്റെ ഇടയിലുള്ള ആ കണക്ടിവിറ്റി, അതിൻ്റെ ഒരു ഇമോഷണൽ ബോണ്ട്, അതിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു തലം അതിൻ്റെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കണക്റ്റ് ആകുന്നത്. അതൊക്കെ വളരെ ഇമോഷണലി നമ്മൾ ഹോണ്ട് ചെയ്യുന്ന രീതിയിലാണ് അതിനകത്ത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ചില സമയത്ത് നമ്മുടെ ലൈഫിലെ ചില സംഗതികളായിട്ടൊക്കെ നമുക്ക് കണക്റ്റ് ആവും, നമുക്ക് കണ്ണ് ചെറുതായിട്ട് നനയും. അപ്പോൾ തമാശയും എല്ലാം ഉള്ള കൂട്ടത്തിൽ തന്നെ വളരെ ഇമോഷണലി കൂടി കണക്റ്റാണ്. മസ്റ്റ് ഒരു ഫാമിലി ആയിട്ട് ഇരുന്ന് കാണേണ്ട സിനിമയാണ്. ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇത് കൺവേ ചെയ്യുന്നുണ്ട്. ഡ്രഗ്സിനെ കുറിച്ചിട്ട്, വയലൻസിനെ കുറിച്ചിട്ട് ഒക്കെ ഇതിനകത്ത്, ടീച്ചേഴ്സിൻ്റെ ടോക്സിസിറ്റിയെ കുറിച്ചിട്ട് ഒക്കെ. ഇപ്പോൾ നമ്മൾ ഈ ഡെൻ്റൽ കോളേജിലെ ചെറുപ്പക്കാരൻ മരണപ്പെട്ട വാർത്തകളൊക്കെ കണ്ട് നൽകിയിരിക്കുന്നൊരു സമയത്താണ്. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ ടോക്സിക് ആയിട്ടുള്ള പെരുമാറ്റം പോലും ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന വളരെ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. പിന്നെ ഇതിൻ്റെ പെർഫോമൻസ്, അതിൽ പയ്യന്മാരുടെ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും വളരെ ഫെമിലർ ആയിട്ടുള്ള ആളുകളാണ്. ഹാഷിർ ആണെങ്കിലും, അലൻ സിറാജ് ആണെങ്കിലും, അജിൻ ജോയി ആണെങ്കിലും, വിനായക ആണെങ്കിലും ഒക്കെ അവരെല്ലാവർക്കും കണക്റ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ ദേവരാജ് എൻ്റെ ഒരു ഫേവറേറ്റ് സോഷ്യൽ മീഡിയ സ്റ്റാറാണ്. അതിൻ്റെ പെർഫോമൻസ് വൈസ്, അവർ ചെയ്യുന്ന കണ്ടൻറ് വൈസൊക്കെ ഞാൻ വളരെ നോട്ട് ചെയ്തിട്ടുള്ള ആളാണ് ദേവരാജ്. അപ്പോൾ ദേവരാജ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എടുത്ത് പറയേണ്ട കാര്യം ഇതിൻ്റെ എൽഡർ ജനറേഷനിൽപ്പെട്ട ആളുകളുടെ, ഇപ്പോൾ സുധീഷ് ആണെങ്കിലും, വിജയ് ബാബു ആണെങ്കിലും, അജു വർഗീസ് ആണെങ്കിലും ഒക്കെ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് സ്പെഷ്യൽ മെൻഷൻ ചെയ്യേണ്ടത് ബിജുക്കുട്ടൻ്റെ ക്യാരക്ടറാണ്. വിനായകൻ്റെ അച്ഛനായിട്ട് വന്നിട്ടുള്ള ബിജുക്കുട്ടൻ്റെ ക്യാരക്ടറിൻ്റെ പെർഫോമൻസ് എടുത്ത് പറയേണ്ട പെർഫോമൻസാണ്. അയാളുടെ കരിയറിലെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും അത്. ബിജുക്കുട്ടൻ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിൻ്റെ കരിയറിലൊരു ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും അത്. പിന്നെ അതിൻ്റെ ബ്രില്യൻസ് പിന്നെ അതിൻ്റെ സ്ക്രിപ്റ്റ്, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ്. അതിനകത്ത് ചടുലമായിട്ട് 1 by 1 ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു. അതിനകത്ത് ആവശ്യത്തിന് കോമഡിയൊക്കെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇമോഷൻ കൃത്യമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടിട്ട് ചില ഇൻസിഡൻറ്റുകളൊക്കെ അതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു പടക്കം പൊട്ടിച്ചിട്ട് ആ ഒരു ആൾ വീഴുന്ന ഒരു സീന് വളരെ വൈറലായിട്ടുള്ള സാധനത്തിൽ വിഷുവിനെപ്പോഴും വരാറില്ലേ, അതിനെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പപ്പടത്തിൻ്റെ പേരിൽ തല്ലുകൂടി എന്നുള്ളത് നമ്മൾ കൊല്ലം ജില്ലയെക്കുറിച്ച് എപ്പോഴും പറയുന്നൊരു സംഗതിയാണല്ലോ. അത് ആ ഒരു ഇൻസിഡൻറ്റ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ അൽഫോൺസ് പുത്രൻ്റെ ക്യാരക്ടർ, പോലീസ് ക്യാരക്ടർ, അയാൾ വളരെ പോസിറ്റീവായിട്ടുള്ള ക്യാരക്ടർ അതിനകത്ത്. അപ്പോൾ അയാളുടെ പേഴ്സണൽ ലൈഫുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കണക്ട് ചെയ്ത് പറയുന്നതൊക്കെ രസകരമായിട്ടുണ്ട്. പിന്നെ പ്രേമ സിനിമയുടെ കണക്ട് ചെയ്ത് പറയുന്നതൊക്കെ രസകരമായിട്ടുണ്ട്. അങ്ങനെ എൻജോയബിൾ സിനിമയാണ്, മസ്റ്റ് വാച്ച് സിനിമയാണ്. അതിൻ്റെ അകത്ത് ഫാമിലിയായിട്ട് പോയി കാണേണ്ട സിനിമയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പിന്നെ ആ ഒരു കണ്ടൻറ്റിൻ്റെ അതിന് ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു സിനിമാറ്റോഗ്രാഫിയും അതിൻ്റെ ഒരു എഡിറ്റിംഗ് പേസൊക്കെ ആ രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടതിനകത്ത് മ്യൂസിക്കിൻ്റെ ഒരു സെഗ്മെൻറ്റാണ്. സത്യത്തിൽ ഇതിൻ്റെ മ്യൂസിക്കൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റുകളും ബ്രാൻഡുകളൊക്കെയാണ് അതിൻ്റെ മ്യൂസിക് സെഗ്മെൻറ്റ് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിനകത്ത് BK ഹരികുമാറും വിനായക ശശികുമാറും അതുപോലെ തന്നെ ശബരീഷ് വർമ്മ, നമ്മുടെ ആക്ടർ, അവരൊക്കെ ലിറിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ശബരീഷ് എഴുതിയിട്ടുള്ള ലിറിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂക്കി ചുവന്ന കരങ്ങളാലേ എന്നുള്ള ആ പാട്ടാണ്. ശബരീഷ് നേരത്തെ നമ്മളെ വരികൾ കൊണ്ട് രസിപ്പിച്ചിട്ടുള്ള ആളാണ്. ഇതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇംഗ്ലീഷിൽ പ്രയോഗം ഉണ്ടല്ലോ, കോട്ട് റെഡ് ഹാൻഡഡ്, അതായത് കൈയോടെ പിടികൂടി എന്നുള്ളത്. അതിനാണ് തൂക്കി ചുവന്ന കരങ്ങളാലേ എന്ന് പറയുന്നത്. ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള സംഗതിയാണ്. ഈ മൊത്തത്തിൽ നമ്മുടെ മലയാള ഗാനശാഖ, സിനിമാ ഗാനശാഖ ഒക്കെ പുതിയ തലമുറയുടെ കയ്യിൽ വളരെ സേഫാണെന്ന് കാണിക്കുന്നതാണ്. ഇപ്പോൾ ഈ കാലത്ത് വരുന്ന സിനിമകളിലൊക്കെയുള്ള പാട്ടുകൾ, അതിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയൊക്കെ ഭയങ്കര രസകരമായിട്ട് പാട്ടുകൾ ഇതിനകത്ത്
ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷനിൽ ഇപ്പോൾ നടക്കുന്ന കണ്ടംപററി ആയിട്ട് നടക്കുന്നൊരു സ്റ്റോറി ആണെങ്കിൽ പോലും അതിനകത്ത് ആ മാർക്കൊക്കെ സുന്നത്ത് കല്യാണത്തിൻ്റെ പോർഷൻ കാണിക്കുന്നത് ഒരു കുറച്ച് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് നടന്നിരുന്ന ആ ഒരു രീതിയിലാണ്. ഇപ്പോഴും സൗത്ത് കേരളയിൽ ഇങ്ങനെയാണോ നടക്കണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അതെന്താണ് എങ്ങനെയാണ് അതിനകത്ത് കൊണ്ടുവന്നതെന്ന് അറിഞ്ഞുകൂടാ. അതും രസകരമായി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ വരുന്ന ഗാനം വളരെ നന്നായിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞൊരു എൻ്റർടൈനറാണ്, ഇമോഷണലി കണക്ട് ചെയ്യുന്നതാണ്, പോസിറ്റീവ് മെസ്സേജസ് തരുന്നതാണ്.